പരമ്പരാഗതമായിട്ട് ഇന്ത്യൻ സമൂഹം വെച്ചു പുലർത്തുന്ന ചില ധാരണകളുണ്ട്, ചില മുൻധാരണകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തൊഴിലിടങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. കൊച്ചി സ്വദേശിനിയായിട്ടുള്ള അന്ന സെബാസ്റ്റ്യൻ പൂനെയിൽ വെച്ച് ഇവൈ എന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഭാഗമായി ജോലി ചെയ്തു വരികയായിരുന്നു. ജോലി ഭാരം താങ്ങാതെ ആ കുട്ടി 4 മാസത്തെ തന്റെ കരിയർ അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങി എന്ന ഒരു വാർത്ത നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിക്കുകയാണ് ഉണ്ടായത്. അന്നയുടെ മാതാപിതാക്കൾ ഇവൈ കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്ക് അവന്റെ ചെയർമാൻ വേണ്ടി ഇന്ത്യയുടെ റീജിയണൽ ചെയർമാൻ ആയിട്ടുള്ള രാജീവ് മന്നയ്ക്ക് അയച്ച ഒരു മെയിലാണ് രാജ്യത്തെ എമ്പാടും ശ്രദ്ധ പിടിച്ചുപറ്റി ഈ കുറച്ച് നാളുകളിൽ തന്നെ മുന്നോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹിക സുരക്ഷയെ ബാധിക്കുന്ന, നമ്മുടെ പൊതു മനസ്സിനെ എല്ലാം ആടി ഉലയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇന്നോ ഇന്നലെയോ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയതല്ല. അതിന് നാളുകളുടെ പഴക്കം തന്നെയുണ്ട്. സമൂഹത്തിന്റെ ചില അബദ്ധ ധാരണകളാണ് അന്നയെ മരണത്തിന് വിട്ടു നൽകിയത് എന്ന് പറയേണ്ടതുണ്ട്. അത് വെറും ഒരു മരണമല്ല, ഒരു തരത്തിൽ നോക്കിയാൽ അത് ഒരു കൊലപാതകം തന്നെയാണ്. അന്ന എന്ന ആ പെൺകുട്ടിയുടെ ജീവിത സ്വപ്നങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞത് നമ്മുടെ സമൂഹം കാലാകാലങ്ങളായി വെച്ചു പുലർത്തി പോരുന്ന ഇത്തരത്തിലുള്ള അബദ്ധധാരണയാണ്. എന്ത് അബദ്ധധാരണയെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? തൊഴിലിടത്തെ സംബന്ധിച്ചിടത്തുള്ള, അതായത് ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നതിനപ്പുറം ജീവിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ധാരണ സമൂഹത്തിൽ കാലാകാലങ്ങളായി വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലാണ് പ്രത്യേകിച്ചും നിലനിൽക്കുന്നത് എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത്. പുറം രാജ്യങ്ങളിൽ തൊഴിലിടത്ത് ജോലിഭാരം കുറയ്ക്കുന്നത് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുവാൻ ഉതകുന്ന ഒരു മെഷർമെന്റ് ആണ്. എന്നാൽ ഇന്ത്യയിൽ നടക്കുന്നതാകട്ടെ കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുന്നത് മാത്രമേ കഠിനാധ്വാനം ആവുകയുള്ളൂ, അതുമല്ല എങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ പറയുന്നത് എന്തും അനുസരിച്ചു കൊടുക്കണം, അവരെ പ്രേരിപ്പിക്കുന്ന നയമായിരിക്കണം വെച്ചു പുലർത്തേണ്ടത്. ഇത്തരത്തിലുള്ള രീതികളെല്ലാം അവലംബിച്ചാൽ മാത്രമേ നിങ്ങൾ ഒരു മികച്ച തൊഴിലാളിയായി മാറുകയുള്ളൂ എന്ന ധാരണയാണ് ഇന്ത്യൻ സമൂഹം കാലാകാലങ്ങളായി വെച്ചു പുലർത്തുന്നത്. തൊഴിലിടം ഏതുമാകട്ടെ, ആ തൊഴിലിടത്തെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത് സ്ട്രെസ്സും ഓവർ പ്രഷറും ഡിപ്രഷനും ആങ്സൈറ്റിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള ആങ്സൈറ്റിയുടെ ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. തൊഴിലിടം അതിന്റെ തൊഴിലാളികളോട് വെച്ച് പുലർത്തുന്ന സമീപനത്തിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മളോട് പറയുന്നത്. എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെറുക്കുവാനുള്ള ഒരു നടപടികളും നമ്മുടെ കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇതിനെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കും മട്ടിലാണ് നിലനിർത്തി പോകുന്നത് എന്ന കാര്യമാണ് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ തീർത്തും അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലിടത്തിലെ സ്ട്രെസ് കുറയ്ക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ അന്നയ്ക്ക് മുൻകൂട്ടി തന്നെ പരിശീലനം നൽകണമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലിടത്തെ സ്ട്രെസ് കുറയ്ക്കാൻ ദൈവമാണ് മാർഗം, ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നമ്മുടെ യുവാക്കൾ ചെയ്യേണ്ടത് എന്നെല്ലാം തരത്തിലുള്ള പ്രസ്താവനയാണ് നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആധുനിക കാലത്ത് ഒരു മന്ത്രിക്ക് ചേരാത്ത വിധത്തിലുള്ള ഇത്തരം പ്രസ്താവനകളെ അപലംബിച്ചുകൊണ്ട് സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കിവിടെ എടുത്തു കാട്ടുവാനുള്ളത്, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്റ്റിൽ ഐ എം എ ജേർണലിസ്റ്റ്, ഐ എം എ കണ്ടന്റ് ക്രിയേറ്റർ എന്നതുകൊണ്ട് തന്നെ തൊഴിലിടത്ത് നമ്മുടെ ജേർണലിസ്റ്റുകൾ നേരിടുന്ന വെല്ലുവിളികൾ തീർത്തും അപലപനീയമാണ് എന്ന് എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ അന്നയുടെ ഈ ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയെ അങ്ങേയറ്റം പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റുകൾ അവരുടെ തൊഴിലിടത്ത് നേരിടുന്നതും കടുത്ത അനീതി തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു തൊഴിലിടം എന്ന നിലയിൽ മാധ്യമരംഗം ഒട്ടും സംശുദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയും അടിമ ഉടമ ബന്ധമാണ് നിലനിൽക്കുന്നത്. താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടായെങ്കിൽ തനിക്ക് മുകളിലുള്ള ഹൈറാർക്കിയെ മുഴുവൻ പ്രീണിപ്പിക്കുവാൻ അയാൾ ബാധ്യസ്ഥനാവുകയാണ്. തനിക്ക് മുകളിലുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റിനെ, ഒരു ബ്യൂറോ ചീഫിനെ, അല്ലെങ്കിൽ ഒരു റീജിയണൽ ചീഫിനെ, തന്റെ എഡിറ്ററുടെ, അവർ പറയുന്നത് എന്തും അനുസരിച്ച് കൊടുക്കേണ്ട ഗതികേടാണ് പല ജേർണലിസ്റ്റുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിമപ്പണി ചെയ്താൽ മാത്രമേ തന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു പരിസരം അയാൾക്ക് ചുറ്റും ഉരുവാക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ
തന്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന എന്തും അനുസരിക്കുവാൻ വേണ്ടി അവരുടെ അടിമയായി ആജ്ഞാനുവർത്തിയായി നിലനിൽക്കുവാൻ തയ്യാറായി ഒരു കൂട്ടം ആളുകൾ ആ സ്ഥാപനത്തിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് ഈ സ്ഥാപനത്തിൽ അത് മറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് അവർക്ക് മുന്നിലേക്ക് വരിക. ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കുവാൻ ഒരു തരത്തിലും ഒരു ജേർണലിസ്റ്റുകൾക്കും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന തൊഴിലാളി ചൂഷണങ്ങളെ, തൊഴിൽ ചൂഷണങ്ങളെ, സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ അവർക്ക് ആകാതെ പോകുന്നു. എന്തുകൊണ്ടാണ്? പ്രാരാബ്ദം കൊണ്ട് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ. കേരളത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം വരുന്ന മാധ്യമപ്രവർത്തകരെയും എടുത്തു നോക്കിയാൽ അവരെല്ലാം മിഡിൽ ക്ലാസ് പരിസരങ്ങളിൽ നിന്നും വന്ന് മാധ്യമവൃത്തി ചെയ്തു പോരുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജോലി ഇല്ലാതാവുക എന്നൊരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്നതല്ല. അങ്ങനെ വരുമ്പോഴാണ് തങ്ങളുടെ മേലാളന്മാരുടെ ആജ്ഞാനുവർത്തികളായി നിലനിൽക്കുവാൻ പലർക്കും ഒരുങ്ങി നിൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നട്ടല് വളയ്ക്കേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള നട്ടല് വളയ്ക്കൽ ഒരു സമൂഹത്തോട് ഒന്നാകെ ചെയ്യുന്ന പാതകമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാതകം ചെയ്യാൻ, അടിമ വില ചെയ്യാൻ അവർ നിർബന്ധിതരായി തീരുകയാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന പ്രയോഗം നമ്മുടെ ആധുനിക ജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ, ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് പ്രയോഗിക്കുവാൻ അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്റെ ട്രെയിനിങ്ങിന്റെ സമയത്ത്, എന്റെ ജേർണലിസം ട്രെയിനിങ്ങിന്റെ സമയത്ത് എന്റെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കുകയുണ്ടായി, സാർ എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന്. ഞാൻ വർക്ക് ലൈഫ് ബാലൻസ് എന്ന ഒരു പ്രയോഗം നടത്തിയതിന്റെ പേരിൽ എനിക്ക് നേരിട്ടത് കടുത്ത ശകാരമാണ്. കാരണം ജോലി ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അടിമയെ പോലെ നിങ്ങൾ ജോലി ചെയ്യണം, കഴുതയെ പോലെ നിങ്ങൾ ജോലി ചെയ്യണം. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന പട്ടിപ്പണിക്ക് നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്, അതിനപ്പുറം ഒന്നും ചോദിച്ചുകൂടാ. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്തൊക്കെ നടന്നാലും, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ജോലി ചെയ്തിരിക്കണം എന്ന കർക്കശത്തോടെയാണ് പല സ്ഥാപനങ്ങളും ഇന്ന് പെരുമാറുന്നത്, പ്രത്യേകിച്ച് മീഡിയ സ്ഥാപനങ്ങൾ. അത്തരത്തിലുള്ള നടപടികളാണ് നമ്മളിൽ പലരെയും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ചും TV ജേർണലിസ്റ്റുകൾക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കുവാനോ വസ്ത്രം മാറുവാനോ ഉറങ്ങുവാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു സമയക്രമം അവരുടെ വർക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കഠിനമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും മാപ്ര എന്നൊരു വിളി മാത്രമാണ് ഒരു സാമാന്യമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന് കാത്തിരിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു ബഹുമതി എന്ന് പറയുന്നത്. മാപ്ര വിളികളും സഹിച്ചുകൊണ്ട്, സ്വന്തം മേലുദ്യോഗസ്ഥരുടെ ചവിട്ടിക്കിഴിക്കലുകളും സഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോകാമെന്ന് ഇരിക്കുമ്പോൾ തന്നെയും അങ്ങേയറ്റത്തെ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇൻബാലൻസ് ഉണ്ട്. വർക്ക് ലൈഫിന്റെ ഇൻബാലൻസുകൾ കാരണം സ്വന്തം ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടുവാൻ തുടങ്ങുന്നു. ഈ ഒരു സമയത്താണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ കടന്നുപോയ കാലഘട്ടത്തിന്റെ മാരകമായ പ്രഹരമാണ് തങ്ങൾ ഇപ്പോൾ നേരിടുന്ന ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന്. അങ്ങനെ വരുമ്പോഴേക്കും ജീവിതം കടന്നു പോകുന്നു. ജീവിതത്തിൽ തങ്ങൾക്കൊന്നും നേടുവാൻ സാധിച്ചില്ല എന്ന നിരാശയോടെ പല മാധ്യമ പ്രവർത്തകരും നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഈ നിരാശയാണ് അടിസ്ഥാനപരമായ ഒരു മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇഫക്റ്റീവായി തങ്ങൾ ചെയ്തത് എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് മുൻപിൽ പതറുന്നവരാണ് പല മാധ്യമ പ്രവർത്തകരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആണ് ഈ വീഡിയോ. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ വരുത്തുവാൻ, നിങ്ങളുടെ തൊഴിലിടത്തെ നവീകരിക്കുവാൻ നിങ്ങളുടെ പത്ര ഉടമകൾ, നിങ്ങളുടെ ചാനൽ ഉടമകൾ ഒരിക്കലും മുന്നോട്ട് വരികയില്ല. അതിന് മുന്നിട്ടിറങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നിരവധിയായ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തൊഴിലിടത്തിൽ ഒരു സമരം ഉണ്ടാകാത്തത്? ഇത്തരത്തിലുള്ള അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ വെച്ചു പുലർത്തുവാൻ ആരാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? അത് ആരാണ് എങ്കിൽ തന്നെയും അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന, സമൂഹത്തോട് ഒന്നാകെ ചെയ്യുന്ന അങ്ങേയറ്റം അനീതിയാണ് എന്ന കാര്യം ഇവിടെ എടുത്തു പറയട്ടെ. ഭാവിയിൽ അന്ന സെബാസ്റ്റ്യന്മാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിൽ ജേർണലിസ്റ്റുകളായ നിരവധി ആളുകൾ ഉണ്ടാകും. എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇത്തരത്തിലുള്ള വർക്കിലെയും ലൈഫിലെയും ഇൻബാലൻസുകൾ നേരിടുന്നവരാണോ നിങ്ങൾ? എന്താണ് അതിനൊരു പോംവഴി? നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം, ഒന്നിച്ച് മുന്നേറാം.